ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിലെ അത്യപൂർവവും നാടകീയവുമായ രംഗങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം രാജ്യസഭയും ലോകസഭയും സാക്ഷ്യം വഹിച്ചത്. രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ പ്രസംഗത്തിന് മറുപടി നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം വികസന കുതിപ്പിന്റെയും രാഷ്ട്രീയ പോരാട്ടത്തിന്റെയും വേദിയായി മാറി. ഇന്ത്യയുടെ പുരോഗതി പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണെന്നും രാജ്യം ഇനി പിന്നോട്ട് പോകില്ലെന്നുമുള്ള ഉറച്ച പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നടത്തിയത്. എന്നാൽ സഭയുടെ അന്തരീക്ഷം പ്രക്ഷുബ്ധമാക്കിക്കൊണ്ട് പ്രതിപക്ഷം ഒന്നടങ്കം സഭ ബഹിഷ്കരിക്കുകയും മുദ്രാവാക്യം വിളികളാൽ പാർലമെന്റ് അങ്കണം പ്രകമ്പനം കൊള്ളിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി പ്രസംഗപീഠത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ ഭരണപക്ഷം മോദി മോദി വിളികളുമായി അദ്ദേഹത്തെ സ്വീകരിച്ചുവെങ്കിലും പ്രതിപക്ഷം കടുത്ത പ്രതിഷേധവുമായാണ് രംഗത്തെത്തിയത്. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയെ സംസാരിക്കാൻ അനുവദിക്കാത്തതാണ് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചത്. ഖാർഗെ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ തടഞ്ഞ രാജ്യസഭാ അധ്യക്ഷന്റെ നടപടി ഏകാധിപത്യപരമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സഭയിലെ പ്രതിപക്ഷത്തിന്റെ ശബ്ദം അടിച്ചമർത്തുകയാണെന്നും ഇത് ജനാധിപത്യ വിരുദ്ധമാണെന്നും ആരോപിച്ച പ്രതിപക്ഷാംഗങ്ങൾ നെഹ്റുവിനെ അപമാനിക്കുന്ന നടപടികൾ അംഗീകരിക്കില്ലെന്ന് ആക്രോശിച്ചുകൊണ്ട് സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ഈ ബഹളത്തിനിടയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രസംഗം തുടർന്നു. പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയുടെ ആരോഗ്യത്തെക്കുറിച്ച് പരിഹസിച്ചുകൊണ്ടാണ് മോദി പ്രസംഗം ആരംഭിച്ചത്. ഖാർഗെ ദീർഘനേരം നിന്ന് പ്രതിഷേധിക്കുന്നത് ഒഴിവാക്കി ഇരുന്ന് സംസാരിച്ചാലും മതിയെന്നും സഭയിൽ പ്രതിഷേധിക്കാൻ യുവാക്കളായ ഒട്ടേറെ അംഗങ്ങൾ ഉണ്ടല്ലോ എന്നുമുള്ള മോദിയുടെ പരാമർശം ഭരണപക്ഷത്തെ ചിരിപ്പിച്ചുവെങ്കിലും പ്രതിപക്ഷത്തെ കൂടുതൽ ചൊടിപ്പിച്ചു.